Praise the Lord. Hallelujah. 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 നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ മനസ്സൊരിക്കലും ശാന്തമാകുകയില്ല. നമ്മുടെ അനുവാദത്തോടുകൂടിയ മനസ്സ് ദുഃഖിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നത്. ശാന്തത എന്നത് നമ്മളിലെ ദൈവ സാന്നിധ്യമാണ്. സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ്. അത് എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. എൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യം ഒരു കാരണവശാലും ഞാൻ നശിപ്പിക്കാനായിട്ട് ഒരു സംഭവത്തെയും ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈശോ മിശിഹ ഇതാ എൻ്റെ ഉള്ളിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പുറമേ എന്തെല്ലാം സംഭവിച്ചാലും അതിൻ്റെ മേൽ അധികാരമുള്ളവരും അവയെ സുഖപ്പെടുത്തുവാനും ഒക്കെ അധികാരമുള്ള യേശുവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ ആ ഈശോയോട് കൂടിയാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനായിക അവർ ഏതൊരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളോ ഒക്കെ കൊണ്ട് വിഷമിക്കുന്നുണ്ടാകാം. പക്ഷേ അവർ ദുഃഖം ആദ്യമേ ദൂരെ കളയുക. ദുഃഖം ദൂരെ കളഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് വരിക. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുഃഖിക്കുന്ന വ്യക്തിക്ക് കുടുംബത്തിൽ ഫലപ്രദമായി ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പം ഒരു സ്ത്രീയെ, അവൾ ഭാര്യയാണ്, അവൾ അമ്മയാണ്. ഈ രണ്ട് ശുശ്രൂഷകളും ദുഃഖിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിനക്ക് ചെയ്യാൻ പറ്റിയല്ല. ഭാര്യ എപ്പോഴും ദുഃഖത്തിലാണെങ്കിൽ ഒരിക്കലും ഭർത്താവിനെ അവളോടൊപ്പം ആയിരിക്കാനോ സന്തോഷിക്കാനോ കഴിയില്ല. അമ്മ എപ്പോഴും ദുഃഖിതയാണെങ്കിൽ മക്കൾക്കൊരിക്കലും അമ്മയുടെ അടുക്കൽ പോയിരുന്ന് സന്തോഷിക്കാനായിട്ട് പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഃഖിക്കുന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് പലതും ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് അനുകമ്പ ഉണ്ടോ, എൻ്റെ വേദന, എൻ്റെ സങ്കടം അവരാവശ്യപ്പെടുന്നു. സിമ്പതി ആവശ്യപ്പെടുന്നു. സിമ്പതി കിട്ടാതെ വരുമ്പോഴോ പൊട്ടിത്തെറിക്കുന്ന ദേഷ്യത്തിലേക്ക് വരുന്നു. ദുഃഖം അത് മുഴുവനും ദേഷ്യമായി ഒഴുകും. ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖം മുഴുവനും ദേഷ്യമായി നമ്മളിൽ തെറിച്ച് പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയാസമയങ്ങളിൽ നാം കടിച്ചമർത്തുന്ന ഒട്ടേറെ ദുഃഖങ്ങളാണ് പിന്നീട് ദേഷ്യമായി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പങ്കുവെക്കൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് രണ്ടുപേരെയും പല കാര്യങ്ങളിലും യോജിപ്പിച്ചും പല കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നും പരസ്പരം സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ നൽകിയും അനുഗ്രഹിക്കുന്നത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ അരൂപി നിറയുവാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ തുടർച്ചയായി എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല രീതിയിൽ ഷെയറിങ് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അതിന് ഒത്തിരി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി അടയാളങ്ങൾ, ഒത്തിരി ഇൻസൈറ്റ് നമുക്ക് കർത്താവ് തരും. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയും കണ്ടും ചെയ്യാനുള്ള കൃപ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു സംഭവം ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും ടീച്ചേഴ്സാണ്. അവർ രണ്ട് സ്കൂളിലായിട്ട് പഠിപ്പിക്കുന്നു. ഒരു ദിവസം ഇവർ നന്നായി ഷെയറിങ് ഉള്ളവരാണ്. ഒരു ദിവസം ഭർത്താവിന് ജോലിയില്ല, എന്നാൽ അന്ന് ഭാര്യയ്ക്ക് ജോലി ഉണ്ടായത്. ഭാര്യ ജോലിക്ക് പോയി. രണ്ടാമത്തെ പീരീഡ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥത. അവർ കുറച്ച് നേരം കസേര ഇരുന്ന് നോക്കി, പറ്റുന്നില്ല. തീരെ പറ്റാവുന്നപ്പോൾ അവർ നേരെ പോയി എച്ചമ്മയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്ക് സുഖമില്ല, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വിട്ടു. ഓട്ടോറിക്ഷയെ വിളിച്ച് വീടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷ വന്നു. വീട്ടിൽ നിന്ന് കയറി പണം കൊടുക്കാനായിട്ട് മുറിക്കാത്തൊരു കയറി കഴിഞ്ഞപ്പോൾ കാണുന്നത് ഭർത്താവ് ബോധം കെട്ട് കിടക്കുന്നതാണ്. പുള്ളി ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. ഷുഗർ കുറഞ്ഞു പോയതാണ്. ഏതായാലും ഉടനടി തന്നെ ഷുഗർ കൊടുത്ത് ആ ഓട്ടോറിക്ഷ തന്നെ ആശുപത്രി കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന് വിലയുണ്ടെന്നും നമ്മുടെ ആലോചനകൾക്ക് വിലയുണ്ടെന്നും നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ദൈവമായ കർത്താവ് നൽകുമെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഷെയറിങ്,
ദൈവാത്മാവിന്റെ കൃപ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവം അത് കൃത്യസമയത്ത് ദൈവം ഇടപെട്ട് പ്രവർത്തിച്ചു. അത്യാവശ്യ സമയത്ത് ദൈവം അതിനുള്ള കഴിവും അനുഗ്രഹവും വാരിക്കോരി നമ്മുടെ ജീവിതത്തിലേക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ അതിന് ആ സമയത്ത് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് ചിന്തിക്കാനായിട്ട് കഴിയുന്നത് അതിന് അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് അത് ചിന്തിക്കാൻ തുടങ്ങുക. കാരണം തലച്ചോറിൽ ആ ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ കടന്നു വന്നാലേ ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഡേറ്റ കടന്നു വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഓരോന്നും അത് തലച്ചോറിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴാണ് തലച്ചോറിൽ ഡേറ്റ കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വ്യക്തികൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുക. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒപ്പിയെടുക്കുന്നതെല്ലാം നമ്മുടെ തലച്ചോറ് അതുപോലെ അത് റിസീവ് ചെയ്യുന്നുണ്ട്. അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയാനായിട്ട് പറ്റുകയില്ല. അതാണ് തലച്ചോറിൻ്റെ പ്രത്യേകത. അതാണ് നമുക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നമ്മളിലുണ്ട്. ചിലതെല്ലാം മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ മറന്നുപോയാലും അത് നമ്മുടെ അബോധ മനസ്സിൽ കിടപ്പുണ്ടാകും. സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും അത് ഓർമ്മയിലേക്ക് പൊങ്ങി വരും. അതുകൊണ്ട് ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണോ നമ്മൾ ജീവിച്ചത്, ഏതെല്ലാം ടൈപ്പ് ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്, അവർ നമ്മളോട് പറഞ്ഞത്, പ്രവർത്തിച്ചിട്ടുള്ളത്, ഇതൊക്കെ നമ്മുടെ തലച്ചോറ് റിസീവ് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നല്ല അനുഭവങ്ങൾ, രണ്ട് നമ്മളെ തളർത്തുന്ന അനുഭവങ്ങൾ. ഈ തളർത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് ആണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ രൂപം കൊള്ളുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തയിൽ നിന്നാണ് വികാരവും പ്രവൃത്തിയും ഉണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തലയിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്തയോട് നമ്മുടെ ശരീരം പ്രതികരിക്കും. ചിന്ത തലയിൽ മാത്രം കിടക്കുന്ന ഒരു കാര്യമല്ല. ചിന്ത തലയിൽ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചിന്തയുടെ നേരെ ശരീരത്തിൻ്റെ പ്രതികരണമാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നെഗറ്റീവായുള്ള ചിന്ത തലയിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായ ഇമോഷൻസ് ഉണ്ടാകും. എന്താണ് നെഗറ്റീവായ ചിന്ത എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹത്തിന് വിരുദ്ധമായ ചിന്തകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിന് വിരുദ്ധമായ ഒരു ചിന്തയും നമ്മുടെ ബോഡിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുകയില്ല. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്ത നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ ബോഡി കിടന്ന് വളരെയധികം വിഷമിക്കാൻ തുടങ്ങും, കഷ്ടപ്പെടാൻ തുടങ്ങും. അതിന് ബോഡിക്ക് താങ്ങാൻ പറ്റുകയില്ല. സ്നേഹത്തിന് വിരുദ്ധമായ ചിന്ത തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമുക്കറിയാം അത് നമ്മുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. ചിന്ത ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. തലയിൽ നിന്ന് ചിന്ത ശരീരത്തിലേക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസിലൂടെയാണ്. ഓരോ ന്യൂറോണിലും ധാരാളം കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് സ്നേഹത്തിന് വിരുദ്ധമായ ചിന്ത ശരീരത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസിൻ്റെ ഫ്ലോയിൽ വളരെ വലുതായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കെമിക്കൽസ് ഒരു നെഗറ്റീവും പോസിറ്റീവായിട്ട് എന്ന നിലയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ തോതിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് തലയിലെ ഈ ചിന്തകൾ കൈകാലുകളിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. കൈ പൊങ്ങണമെന്ന് നമ്മൾ തലയിൽ ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ ഇതാ കൈ പൊങ്ങുന്നു. നടക്കണമെന്ന് ചിന്തിക്കുമ്പോൾ കാല് അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. അതെല്ലാം നമ്മുടെ ആ ശരീരത്തിലെ കെമിക്കൽസിൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷേ സ്നേഹത്തിന് വിരുദ്ധമായൊരു ചിന്തയാണ്
നമ്മുടെ ന്യൂറോൺസിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ ബോഡി കടന്ന് പ്രത്യേകിച്ച് ആ കെമിക്കൽസിൻ്റെ ഫ്ലോയിൽ വലുതായി ചേഞ്ച് ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുന്നു. അത് കുറേ നാളിങ്ങനെ വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്ത, ഈ ചിന്തയിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിലൊരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കും. നമുക്ക് ഒരുപക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥതയില്ല, ശാന്തത കിട്ടുന്നില്ല, ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇരിക്കുമ്പോൾ തോന്നും, എഴുന്നേക്കണമെന്ന് തോന്നും, പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം വന്നു വരും. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതൊരു രോഗഗ്രസ്തമായൊരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ശരീരത്തിൽ എപ്പോഴും പുകയുന്ന പോലെ തോന്നുക, മുളക് പുരട്ടിയതുപോലെയുള്ള അനുഭവങ്ങൾ തോന്നുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ കെമിക്കൽ ചേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ചിന്തയ്ക്ക് അതിനനുസൃതമായ ഹോർമോൺ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലച്ചോറിലും അതിൻ്റേതായിട്ടുള്ള കെമിക്കൽ ചേഞ്ച് സംഭവിച്ച് ഉറക്കമില്ലായ്മ, ദുസ്വപ്നങ്ങൾ, ഇങ്ങനെയൊക്കെ എല്ലാം സംഭവിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു തന്നെയായാലും ശരി, സ്നേഹത്തിന് വിരുദ്ധമായ ഒരു കാര്യവും നമ്മുടെ ബോഡിക്ക് താങ്ങാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ കർത്താവ് വളരെ ശക്തമായ രീതിയിൽ വിദ്വേഷവും വെറുപ്പും ഉപേക്ഷിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സ്നേഹത്തിലാണ് വളരേണ്ടത്. സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നാം സൂക്ഷിക്കരുത് എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം നമ്മളങ്ങനെ സൂക്ഷിക്കുന്ന വഴി നമ്മൾ തന്നെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരാളോട് വെറുപ്പ് വെച്ച് പുലർത്തിയാൽ ആരോടാണോ എനിക്ക് വെറുപ്പുള്ളത് അയാൾക്കല്ല സംഭവിക്കുക. എൻ്റെ ശരീരം അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ശരീരം രോഗഗ്രസ്തമായി തീരുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറയുന്നു. കാരണം വെറുപ്പിലും പിണക്കത്തിലും ഇരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗാണുക്കൾ പ്രവേശിക്കാൻ, സാഹചര്യങ്ങളിലൂടെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ടാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ശരീരത്തിൽ വരുന്ന ഈ വലിയൊരു ചേഞ്ച് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു പരിപാടി. വെറുപ്പ് വെച്ച് പുലർത്തുന്ന വ്യക്തിയോട് പറയാനുള്ളത്, നീ നിന്നെ ഉപദ്രവിക്കരുത്. നീ എന്തിനാണ് നിന്നെ ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരോടാണ് വെറുപ്പ് വെച്ച് പുലർത്തുന്നത് അവർക്കല്ല സംഭവിക്കുക. ആരുടെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നു ആ വ്യക്തിയാണ് നശിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരാളോട് ദേഷ്യം തോന്നിയിട്ട് ഞാൻ പോയി വിഷം കഴിച്ചാൽ ആരാ ചാകുന്നത്? ആരാ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനേക്കാൾ കഷ്ടകരമായ ഒരു അനുഭവമാണ് വിദ്വേഷം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നത്. അത് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ബോഡി സ്നേഹത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വിരുദ്ധമായതൊന്നും നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ്. ആ യന്ത്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യന്ത്രത്തിന് പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശരീരത്തോട് ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്? അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ രീതിയിലുള്ള, നമുക്ക് മുറിവേൽക്കത്തക്ക വിധത്തിലുള്ള സമീപനങ്ങളും പ്രവൃത്തികളും ഒക്കെ സംഭവിക്കാം. അങ്ങനെ നമ്മുടെ തലയിൽ പല മുറിവുകളും കാര്യങ്ങളും വന്നു കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വെറുപ്പും എല്ലാം വെച്ചുകൊണ്ടിരുന്നാൽ ഞാനാണ് നശിക്കുന്നത് എന്ന ചിന്ത. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു തകരാറിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിലും മനസ്സിലും അതിനേക്കാൾ വലിയ ഒരു തകർച്ച സംഭവിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ഇതാ ഞാൻ ലോകത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ ഈശോയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവനോടൊപ്പം ഈശോ മരിക്കുകയും ഈശോ ഉയർക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ കൃപാനയിലും ഈശോ മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ
എല്ലാ വേദനകളിലും ഈ മരണവും ഉയർപ്പും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമകാലികനായ ഈശോ കടന്നു വന്ന് നമ്മളുമായി ചേർന്ന് നീങ്ങുന്ന ഒരു ജീവിതം. അതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും എന്തുകൊണ്ട് സഹനം എന്ന് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരോടാ ചോദിക്കുക? നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ബുദ്ധിയോടാണ്. ബുദ്ധിക്ക് എന്ന് ഉത്തരം തരാനായിട്ട് സാധിക്കും? നമ്മുടെ ഒരു പ്രോബ്ലവും ഇൻ്റലക്ച്വൽ പ്രോബ്ലം അല്ല. ബുദ്ധിപരമായ പ്രോബ്ലം ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിക്ക് ഉത്തരം തരാൻ സാധിച്ചേനെ. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലേക്ക് ഓരോ പ്രോബ്ലംസും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം, ഇത്രയും രക്തസാക്ഷികളുള്ള ഒരു സഭ വേറെ ഏതാണുള്ളത്? ഇത്രമാത്രം നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചിട്ടുള്ള പുണ്യാന്മാക്കൾ ഏത് സഭയിലാണുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഈശോയിൽ നിന്ന് കിട്ടുന്ന ഈ സ്നേഹത്തിൻ്റെ ഊർജം, ഈശോ നടന്ന് ഈ വഴിത്താര, ഇത് നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു യുവാവ് ഒരു 2500ഓളം പേജുള്ള ഒരു നോവൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ വായിച്ച് ഏതാണ്ട് ഒരു 8ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മരിക്കാൻ പോവുകയാണ്. പുള്ളി അത്രമാത്രം ആ കഥാപാത്രവുമായിട്ട് അങ്ങോട്ട് ഇഴുകി ചേർന്ന് കഴിഞ്ഞു. പ്രധാനപ്പെട്ട കഥാപാത്രം മരിക്കാൻ പോകുന്നു, അതിൻ്റെ പശ്ചാത്തലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. വായിക്കാൻ പറ്റാത്തവണ്ണം ഭയങ്കരമായ ടെൻഷനായി. പുള്ളി 8ാം അധ്യായം വായിച്ച് നിർത്തി. പിന്നെ വായന മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വലിയ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജ് പോയി ഒന്ന് വായിച്ച് നോക്കി എങ്ങനെ ഇരിക്കുന്ന അറിയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിയപ്പോൾ പുള്ളി കണ്ടതിനെന്നറിയാവോ, ഈ പ്രധാനപ്പെട്ട കഥാപാത്രം വിജയശ്രീലാളിതനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ്റെ ടെൻഷനൊക്കെ പോയി. പുള്ളി പിന്നെ വായിക്കാൻ തുടങ്ങി. വളരെ സംഘർഷപൂരിതമായ രംഗങ്ങളിലൂടെയാണ് ഈ വായന മുന്നോട്ട് നീങ്ങുന്നതെങ്കിലും ഈ വായനക്കാരൻ്റെ ഉള്ളിൽ ഒരു സംഘർഷത്തിൻ്റെ അലയും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ അവസാനം കണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ക്രിസ്തീയ വിശ്വാസിയും അവസാനം കണ്ടവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം എന്ത് എന്നറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റീഫനുണ്ടായ ദർശനം നമ്മൾ നോക്കിക്കേ. സ്റ്റീഫനെ കല്ലെറിഞ്ഞാ കൊല്ലുന്നത്, പക്ഷേ സ്റ്റീഫൻ അവസാനം കണ്ടുകൊണ്ടാണ് കല്ലേറി കൊള്ളുന്നത്. സ്റ്റീഫൻ എന്താണ് കണ്ടത്? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടാണ് സ്റ്റീഫൻ കല്ലേറ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റീഫനെ ഓരോ കല്ലും വരുമ്പോഴും സ്റ്റീഫൻ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കുറ്റം ഇവരുടെ മേൽ ചുമത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക? ഇത് മസിലിൻ്റെ ശക്തിയല്ല, ഇതൊരു ദർശനമാണ്. ദർശനം എന്ന് പറയുന്നത് നശിക്കാത്തത് കാണുന്നതിനാണ് ദർശനം എന്ന് പറയുന്നത്. നശിച്ചു പോകുന്നതല്ല, അത് കാണുന്നതല്ല ദർശനം. നശിക്കാത്തത് കാണുക, അതാണ് ദർശനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനോടുകൂടി തോൽക്കുന്നവൻ യേശുവിനോടുകൂടി വിജയിക്കുകയാണ്. യേശുവിനോടുകൂടി അപമാനം സഹിക്കുന്നവൻ യേശുവിനോടുകൂടി വിജയശ്രീലാളിതനായി തീരുകയാണ്. യേശുവിനോടുകൂടി മരിക്കുന്നവൻ യേശുവിനോടുകൂടി ഉയർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു വഴിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ വഴിയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു പരാജയമാണ്, എന്നാൽ അന്ത്യം എന്ന് പറയുന്നത് ഒരു വിജയമാണ്. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിനോടുകൂടി പരാജയപ്പെട്ട് യേശുവിനോട് വിജയിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടി മരിച്ച് ക്രിസ്തുവിനോട് ഉയർക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ദർശനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഉയർപ്പ് കണ്ടവരാണ്. ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഓരോ വ്യക്തിയും വാസ്തവത്തിൽ കണ്ണടയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മരണത്തിന്റെ ഭയം തന്നെ മനുഷ്യനിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. എബ്രായ ലേഖനം 2:15 അതാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണഭയത്തിൽ കഴിയുന്നവരെയൊക്കെ ഈശോയുടെ മരണം വഴി അവിടുന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഒന്ന് കൈയടിച്ചേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് ചോദിക്കാൻ കഴിയും, എന്താണ് മരണം? ഇതാ ഈശോ എങ്ങനെയാണ് മരിച്ചത്? പിതാവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ തരുന്നു. അപ്പൻ്റെ കയ്യിൽ ഇതാ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് മരണം. പിതാവിൻ്റെ കയ്യിലേക്കാണ് ഈശോ മരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൻ്റെ കയ്യിലേക്ക് കടന്നു ചെല്ലുക, ഏറ്റവും സ്നേഹിക്കുന്നവൻ്റെ കയ്യിലായിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ക്രിസ്ത്യാനിയും മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാണണം. അമ്മയുടെ മാറിൽ ചാരിക്കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഒരു വിശ്വാസി മരിച്ചു കിടക്കുന്നതിനെ കാണാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് ഈശോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ചിന്ത ഒരു പക്ഷേ അവിടെ കിട്ടുന്ന ശവപ്പെട്ടിയും പിന്നെ അവിടെ കത്തിയിരിക്കുന്ന ചന്ദനത്തിരിയും ഇതൊക്കെ കൂടി ചേർന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥ നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ചേക്കും. പക്ഷേ നമ്മളവിടെ കാണുക, ഇതാ സൃഷ്ടാവിൻ്റെ കരങ്ങളിലേക്ക് ചാരിക്കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, ചാരിക്കിടന്ന് ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ആ ഒരു ശാന്തത എല്ലാ വിശ്വാസിക്കും ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശോയോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും നമുക്ക് ഈശോയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ഈശോ തരുന്ന ശക്തി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് അവിടുത്തോടൊപ്പം നമ്മൾ നീങ്ങുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല, ജീവിതത്തിൽ നീ ഒറ്റയ്ക്കല്ല. ഏകാന്തതയാണ് അനേകം പേരുടെ ജീവിതത്തെ തകർക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച മനുഷ്യൻ ഏകാന്തതയിലേക്ക് ചുരുങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അധ്വാനത്തിൽ, ഈ കഷ്ടപ്പാടിൽ ഞാൻ തരിച്ചാണ്. വീട്ടമ്മ ചിന്തിക്കുന്നു, ഈ ഉത്തരവാദിത്തത്തിൽ ഞാൻ തരിച്ചാണ്. നീ തനിച്ചല്ല, നിൻ്റെ കൂടെ ഈശോയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരിക്കലും പിരിയാത്ത ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഈ ഉടമ്പടി ബന്ധം, ആ ഉടമ്പടി ബന്ധത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മൾ കാണാൻ. അതുകൊണ്ട് ഈ ഉടമ്പടി ബന്ധം സീനാമല മുകളിൽ ദൈവം തന്നെ മണവാട്ടിക്ക് വേണ്ടി ഇതാ ഉടമ്പടി ബന്ധവുമായി ഇറങ്ങി വന്ന ആ ബന്ധം കാൽവരിയിലെ ഇതാ നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഈ ആയിത്തീർന്നിരിക്കുന്ന ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ ചുറ്റുവട്ടത്തിന് താഴെ ഇരുന്നു കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്യായവും വായിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് കടന്നു വരുന്ന പ്രകാശത്തിലേ നമ്മുടെ ജീവിതത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ വേറെ എവിടെ നിന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞാലും ഈ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടെ കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നമ്മളിനി ആരാധനയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, അവിടെ നിന്നാണ് നമുക്ക് വളരാനുള്ളത്. അത് ഒരു വിശ്വാസത്തിൻ്റെ മേഖലയാണ്, നമ്മൾ അറിഞ്ഞിരിക്കുക. വിശ്വാസത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ് മനസ്സിൻ്റെ ശാന്തത എന്ന് പറയുന്നത്. വിശ്രമിക്കുക, ദൈവത്തിലുള്ള വിശ്രമം, ശാന്തത, ദൈവത്തിൽ വിശ്രമിക്കാൻ കഴിയുക, ശാന്തമാക്കാൻ കഴിയുക. ഇപ്പം നിങ്ങൾ കസേരയിലിരിക്കുന്നുണ്ട്, ഈ കസേര എന്നെ താങ്ങുകയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും കസേരയിൽ? ഇത് എപ്പോഴാണ് താഴെ പോകുന്നത് എന്ന് ഓർത്ത് അതിന് വക്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. നേരെ മറിച്ച് ഈ കസേരയ്ക്ക് എന്നെ താങ്ങാനായിട്ട് സാധിക്കും എന്ന വിശ്വാസവും ബോധ്യമുണ്ടെങ്കിലോ നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് ചാരി ഇങ്ങനെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് വിശ്വസിക്കുന്നവൻ റിലാക്സ് ചെയ്യും, അവൻ ദൈവത്തിലാണ് വിശ്രമിക്കുന്നത്, കർത്താവിൽ ആശ്രയിക്കുകയാണ്. 125 സങ്കീർത്തനം 1 നമുക്കറിയാം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.